ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മിപ്പോൾ ഉള്ളത് എല്ലപ്പെട്ടിലുണ്ടോ. എല്ലപ്പെട്ടിൽ ഒരു ട്രിപ്പിന് വേണ്ടി വന്നേക്കാണ് കാർ. നമ്മിപ്പോൾ ഉള്ളത് എല്ലപ്പെട്ടിലാണ്. ക്ലൈമറ്റ് എങ്ങനെയുണ്ട്? ഫുള്ള് കോട. നമ്മൾ ഇന്നൊരു ക്യാമ്പിങ്ങിന് വേണ്ടി വന്നേക്കുന്നുണ്ടോ. എന്താണ് വണ്ടർ വെസ്റ്റ് മൂന്നാർ അതാണ് ക്യാമ്പിൻ്റെ പേര്. നമ്മിപ്പോൾ ഉള്ളത് എല്ലപ്പെട്ടിലാണ്. എല്ലപ്പെട്ടിയിൽ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എല്ലപ്പെട്ടിൽ അരുൺ ടീ സ്റ്റോൾ എന്ന് പറഞ്ഞൊരു കടയിലാണ് വന്ന് നിൽക്കാൻ പറഞ്ഞത്. അതാണ് ലൊക്കേഷൻ നമുക്ക് പറഞ്ഞത്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന അരുൺ ടീ സ്റ്റോളിൻ്റെ അവിടെയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടപ്പുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും കലക്കം ക്ലൈമറ്റ്, ഫുള്ള് കോട, ചെറിയ മഴ. എങ്ങനെയുണ്ട് പുറകിലോട്ട് നോക്കി. ഇതാണ് കേട്ടോ അരുൺ ടീ സ്റ്റോൾ. ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. ഇവിടെ നിന്ന് ഇനി പുള്ളിക്കാരൻ്റെ ഓട്ടോയിലാണ് പോകേണ്ടത്. കുറച്ച് ഓട്ടോയിൽ പോകണം, പിന്നെ കുറച്ച് നടക്കാനുണ്ട്. ഇതാണ് പുള്ളിയുടെ ഓട്ടോ. ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് നൈസായിട്ട് അങ്ങോട്ട് വിടാം. അങ്ങനെ നമ്മൊരു സ്പോട്ടിലെത്തിയിട്ട് ഒരു വില്ലേജിലെത്തി. വണ്ടി ഇവിടെ നിർത്തി. ഇനി നടക്കണം നമ്മ. എങ്ങനെ നടക്കണ്ട്? എൻ്റെ റൂട്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് അരുൺ. ഇദ്ദേഹമാണ് ക്യാമ്പ് പോസ്റ്റ് ചെയ്യണത്. നമ്മൾ വന്നത് ഈ അരിഞ്ഞേണ്ട ചേട്ടൻ്റെ ഓട്ടോയിലുണ്ടോ. അമ്പോ കലക്കാനുള്ള ലെയർ. അങ്ങനെ ലെവൽ മാറി ലെവൽ 2ലേക്ക് കടന്ന് ഇനി സ്റ്റീപ്പ് കയറ്റങ്ങളായിരിക്കുള്ളൂ. ഇനി കുറച്ച് കഥക്കും. ക്യാമ്പിൽ വേറെ ഗസ്റ്റ് അതാ തീർക്കാം. രണ്ട് കപ്പിൾസാ. ക്യാമ്പിൽ ലീച്ച് തീർക്കാം. ടൈഗർ ലീച്ച, നോർമൽ ലീച്ച. ഓക്കെ. ആഹാ, അങ്ങനെ നമ്മ കേരളം കിടന്നിട്ടാ ദേ തമിഴ്നാട്ടിലേക്ക് ആലോചിച്ച്. നീ ഇവിടെ നിന്നാണ് തമിഴ്നാടൻ. ഇനി എന്തോരം നടക്കാൻ? ഓക്കെ. എൻ്റെ കഥപ്പ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് എന്താണ് അവസ്ഥയെന്ന്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് കുറേ നടക്കാണ്ടെന്നാണ്. വലിയ കാര്യം ഇവിടെ നടക്കാനൊന്നുമില്ല. റൈറ്റാ. ഓക്കെ. വാവ്, കലക്കി. ഒരു ഹൊറർ ഫീൽ ഉണ്ട് കേട്ടോ. ആഹാ, ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് കലക്കം വ്യൂ ആണ്. പക്ഷെ കോട ആയതുകൊണ്ട് കിട്ടുമെന്ന് അറിയില്ല. കോട കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. അങ്ങനെ ക്യാമ്പ് സൈറ്റിലെത്തി നമ്മ. നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നടന്നത് കൊണ്ട് വലിയ കാര്യമായിട്ട് അറിയണല്ലോ. ഹായ് ഹായ് ഗായ്സ്. എനിക്ക് എവിടെ ചെന്നാലും എൻ്റെ അനുസരിച്ച് കൂട്ടുകാരെ കിട്ടുക. കമ്മ വാ, നടക്ക്. മേത്തൊന്നും ചെളിയാക്കല്ലേ. വാ നടക്ക്. വാ. നമുക്ക് ക്യാമ്പിൽ പോയിട്ട് മര്യാദ പരിചയപ്പെടാം. അയ്യോ, അപ്പം തെന്നി വീണാണ്. ഇതാണ് ടെൻറ്റ് പിച്ച് ചെയ്തേക്കണത്.
മഴയായതുകൊണ്ട് ഇന്ന് കുളമാകുമെന്ന് തോന്നിട്ടുണ്ട്. ഇങ്ങനെ ആടി അപ്പോൾ കമ വ്യൂ നോക്കി കൊടുത്ത അങ്ങോട്ടുള്ള വ്യൂ കിട്ടണില്ല. ഇവരെന്നാ അങ്ങനെ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹായ്, പേരെന്തായിരുന്നു? സാമി. ആകുമ്പോൾ ഇതേ ക്യാമ്പ് ഫയർ കിട്ടണ്ടാ. കൊള്ളാം, കുറച്ചേരം ചൂട് പിടിക്കാം. തണുപ്പില്ല? ഞാൻ വെച്ച് തണുപ്പില്ലെന്ന്. അത് കമോൺ. ഇവിടെ 2 ടെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ഇവിടെ നമുക്ക് കിടക്കാം, നമുക്ക് കുഴപ്പമില്ല. ഇവിടെ കിച്ചൺ സൈഡാണ് തോന്നുന്നത്. ബാക്കി ഒന്ന് ഫ്രഷ് ആവട്ടെ. നമുക്ക് താഴത്തെ കൂടി ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച്. അരിച്ചേട്ടൻ നൈസായിട്ട് ചായ ഇട്ടുകൊണ്ടിരിക്കുന്നു. താഴത്തും കുറച്ച് ടെൻ്റൊക്കെ പിച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഉണ്ട് 2 എണ്ണം. ഇവിടെ 1 2 3 4 ടെൻ്റ്, അല്ല 5 എണ്ണം ഉണ്ട്. ഇവിടെ നിന്ന് ശരിക്കും ഒരു കലക്കം വ്യൂ ആണ്. പക്ഷേ കോടുള്ളതുകൊണ്ടാണ്. അരിച്ചേട്ടൻ പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് മാറുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 2 മണിയാണ്ട. 2 മണിക്കത്തെ അവസ്ഥ കണ്ട നോക്കി, ഫുള്ള് കോട, ഒരു രക്ഷയില്ല. എന്താ നോക്കി, നല്ല തണുപ്പുണ്ട്. നോക്കി ഇവിടുത്തെ വ്യൂ ഇതാണ്ട ശരിക്കും ഇവിടുത്തെ വ്യൂ. പക്ഷെ ഇപ്പോൾ കോടുള്ളതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റണില്ല. വ്യൂ കാണാനായിട്ട് നമുക്ക് ഒരു വരവ് കൂടി വരേണ്ടി വരും. സൺറൈസ് ഇത് ഈ സൈഡിലല്ലേ? ഈ സൈഡിൽ. ഓക്കെ, പിന്നെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ആ ക്ലൗഡ് ബെഡ് ഒന്ന് ഇത് സൺറൈസ് അല്ലേ? വാവ്, പൊളി. ക്ലൗഡ് ബെഡ് കാണിച്ചില്ല? ക്ലൗഡ് ബെഡ് അതെ. എൻ്റെ അമ്മോ, എന്താ രസം. പൊളി പൊളി. ചെറുതായിട്ട് തെളിഞ്ഞ് വന്നുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും നമുക്ക്. ഈ മരണമെങ്കിൽ ഒരു രക്ഷയില്ലട്ടാ. രാത്രി ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ വേറെ വൈബായിരിക്കുള്ളൂ. ഇവിടെ നൈസായിട്ട് കോടയൊക്കെ ക്ലിയറായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അപ്പുറത്തൊരു ചെറിയ പ്രോപ്പർട്ടി ഉണ്ടോ, അത് ഇവരുടെ തന്നെ ഉണ്ടോ? ഇവരുടെ തന്നെ അല്ല, ഈ പ്രോപ്പർട്ടിയുടെ കൂടെ തന്നെ ഉള്ളതാണ്. അത് എയർ ഫ്രെയിംസ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ ടെൻറ്റിൻ്റെ റേറ്റ് കാര്യങ്ങൾ എനിക്ക് 1700 ആണ്. അതിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ട് വന്നതായതുകൊണ്ടായിരിക്കും 1700. ഇവിടെ കറക്റ്റ് റേറ്റ് എത്ര എനിക്ക് അറിയാൻ പാടില്ല. എൻ്റെ അടുത്ത് 1700 പറഞ്ഞോളൂ. അപ്പുറത്തെ ഫ്രെയിം നൈസാണ് കേട്ടോ. അപ്പുറത്ത് വേറെ വൈബ്. കോട പോയി, അതുപോലെ തന്നെ തിരിച്ചു വരുന്നുണ്ട്. രാത്രിയാവണ മുമ്പ് തന്നെ നമുക്ക് അപ്പുറത്തെ എയർ ഫ്രെയിം ഒന്നും കണ്ടിട്ട് വരാം. വേറെ ഗസ്റ്റ് വന്നിട്ടുണ്ടല്ലോ, 2 കപ്പിൾസ്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങോട്ട് വെറുതെ എന്തിനാണ്, അവരുടെ പ്രൈവസികളാണ്. എയർ ഫ്രെയിം മഡ് ഹൗസാണല്ലോ. അമ്മയെ നോക്കിയാണെന്നില്ലെങ്കിൽ തീട്ടി വരും. നല്ല തണുപ്പുണ്ടട്ടാ. അവിടെ സ്റ്റോർ റൂമാണെന്ന് തോന്നിയത്, മഡ് ഹൗസ്. ഇത് കലക്കനുള്ള
ഒരു പണി നടക്കണേ ഉള്ളൂ. ഓ എയർ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ടെൻ്റ് അടിച്ചു കൊടുക്കണം, അത്രേ ഉള്ളല്ലേ. ഞാൻ വിചാരിച്ചു റൂം പോലെയൊക്കെ എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. ഓ ഇതാണ് അവർക്കുള്ള എൻട്രി. ആ ഇവിടെ ഉണ്ടല്ലോ ഒരു വ്യൂ പോയിൻറ്റ്. അത് ക്യാമ്പ് ഫയർ ഏരിയ, അത് ബാത്റൂം. ഇവിടെയുണ്ടൊരു വ്യൂ പോയിൻറ്റ്. താഴത്തുണ്ടൊരു ചെറിയ വീട് പോലെ. ചിലപ്പോൾ ഇത് റൂമായിട്ട് കൊടുക്കണമായിരിക്കും. കിട്ടുന്നല്ല. ഞാൻ എയർ ഫ്രെയിം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇവിടെ വല്ല റൂം സെറ്റപ്പൊക്കെ ഇരിക്കും. ഇവർക്ക് റൂമാക്കാൻ വളരെ എളുപ്പമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ആക്കാത്തുന്നോ? ആ പണി നടക്കണുണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും കൊള്ളാം. കലക്കം ക്ലൈമറ്റ് ആണ്ട. ക്ലൈമറ്റ് ഒരു രക്ഷയിലൂടെ. വ്യൂവും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിക്കും. ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരം മുതൽ ഇവിടെ മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഒരു രക്ഷ ഉണ്ടായില്ല. പിന്നെന്താണ്, ഇവിടെ കറണ്ടൊന്നുമില്ല. ജനറേറ്ററിലാണ് സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യണത്. ഇന്നലെ മഴ കാരണം കുറച്ച് പവർ ഫെയിലിയർ, കുറച്ച് ഇഷ്യൂസ് കാരണം ഫുള്ള് കൂരാക്കൂരി ഇട്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. ഡിന്നർ പൊളിയായിരുന്നു കേട്ടോ. ചോറ്, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, പിന്നെ ഒരു ദാൽ മഖ്നി. നല്ല രസമായിരുന്നു. ഇരുട്ടത്തായിരുന്നേ ഉള്ളൂ. ഇപ്പോഴും മഴ നിന്നിട്ടില്ല, മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ചൊക്കെ കാണാനൊക്കെ പറ്റൂടാ. ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും മഴ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്നു. കോട ഒന്ന് മാറിയതാ. കോട കയറി വരുന്നുണ്ട്. കോട മാറിയതായിരുന്നു, പിന്നെ കോട കയറി വരുന്നുണ്ട്. ഇപ്പോൾ സമയം 6:45 സൂര്യൻ്റെ ഒരംശം പോലുമില്ല. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ബാത്റൂം അവിടെയാണെങ്കിലും ഇന്നലെ പരിപാടികളൊക്കെ ടെൻറ്റിൻ്റെ സൈഡിൽ തന്നെ ക്യാമ്പ് ഫയർ ഇട്ട് നിർത്തായിരുന്നു. മഴയെന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴ. എൻ്റെ അമ്മ കാറ്റുകൊണ്ടാണ് തീർന്നു. തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. കറക്കണ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വന്നിരുക മഴ കാരണം. അങ്ങനെ രാവിലത്തെ ചായ കിട്ടിയിട്ടാ. ഇവന്മാർ ഇന്നലെ അമ്പതായിരുന്നു രാത്രി. എൻ്റെ ക്രോക്സൊക്കെ കടിച്ച്. ആരാണ് അടിച്ചത്? നീയാണോ അടിച്ചത്? അങ്ങനെ സമയം ഒരു 7:15 നൈസായിട്ട് വ്യൂ വന്നിട്ടാ. സൂര്യൻ എവിടെയെങ്ങാണ്ടൊക്കെ വന്നിട്ടുണ്ട്. കളറ് വന്നിട്ടുണ്ട് സ്കൈയിൽ. എങ്ങനെ ഉണ്ട് വ്യൂ? ഇപ്പോഴാണ് നമ്മൾ എന്തോരം ഹൈറ്റിലാണ് നിൽക്കണമെന്ന് മനസ്സിലാവുന്നത്. സൺറൈസ് ഈ ഭാഗത്താണ്. അതിൻ്റെ ചെറിയ ഷെയ്ഡാണ് അവിടെ കാണുന്നത്. കുറേ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ അവിടെ. അവിടുത്തെ എയർ ഫ്രെയിമിൽ ഉള്ള ഗസ്റ്റിനെ കണ്ടിട്ട് പോലുമില്ല. മേളിൽ മാത്രം ചെറിയ ഓറഞ്ച് ഷെയ്ഡ് അടിച്ചിട്ടുണ്ടല്ലോ. നല്ല രസമുണ്ട്. മഞ്ഞ് നിൽക്കണ പോലെ. കളഞ്ഞു പോയ ആളെ കണ്ടിട്ടുണ്ട്. സൂര്യൻ ഇത് അവിടെ നിന്ന് വന്നുണ്ട്. ലൈറ്റ് പോയല്ല. ഇവിടുത്തെ ക്ലൈമറ്റ് ആണെങ്കിൽ വിചാരിക്കുന്നത് പെട്ടെന്ന് ഇവിടുന്ന് മാറുന്നു.
രാവിലെ തന്നെ ട്രക്കിംഗ് ഒക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു മഴയൊക്കെ കൊണ്ട് വേണ്ടെന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ക്ലൈമറ്റൊക്കെ ഓക്കെ സ്ഥിതിക്ക് ട്രക്കിങ് പോകാമെന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ അടുത്ത് ഇനി അങ്ങനെ ചോദിക്കും. എന്നാലും ചുമ്മാ നമുക്ക് നടക്കാറങ്ങാം. ഇന്നലെ വന്ന വഴികൾ ഫുള്ള് ചെള്ളേൻ്റെ കൂടെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ നിലത്ത് കിടക്കും. ഇന്നലത്തെ മഴ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നശിഞ്ഞെന്ന് വിചാരിച്ചു. ഇന്നൊരു ഇത്തിരി ആശ്വാസമുണ്ട്. ഇപ്പുറത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, മേളിലേക്കൊരു വഴി. മേളിലേക്ക് കിടക്കാം നമുക്ക്. എന്താണെന്ന് അന്വേഷിക്കാമല്ലോ. കയറ്റം കഴിഞ്ഞ് ഇറക്കമായി ഗൈസ്. ദൈവമേ വീഴാണ്ടിരുന്നാൽ മതി. ഫുള്ള് പായലാണ് ഇവിടെ. മിഷൻ ഫെയിലായി ഗൈസ്. നല്ല അട്ട. അതുകൊണ്ട് തിരിച്ച് ടെൻറ്റിലേക്ക് തന്നെ പോവാം. ഇവിടെ നിന്ന് അപ്പം കയറണം കേട്ടോ. ഒന്നുമില്ല. ദൈവമേ വീഴോ. ഒരാവശ്യമില്ലാണ്ട് അട്ടകടി മേടിക്കാനായിട്ട് രാവിലെ തന്നെ ഇറങ്ങി. ഇവിടെ നിന്ന് അപ്പം അട്ട കയറണേ. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി നോക്കാം. പുറകിൽ നോക്കി അവിടെ എവിടെ കണ്ടൊക്കെയിട്ടാണ്. ഇവിടെ അല്ല, ഇതാ ഭാഗത്ത് നിന്നല്ല അരിഞ്ചോൻ്റെ വീട്. ഇല്ല ഈ ഭാഗത്താണ്. ഇവിടെ എവിടെ അടുത്ത് തന്നെയാണ് അരിഞ്ചോൻ്റെ വീട്. ഇവിടെ കറണ്ട് ഇല്ലാത്തത് കുറച്ച് സീനാണ്. ജനറേറ്ററുള്ള പരിപാടി കിടന്നത്. ഇവിടെ അടുത്ത് ലേ കൊണ്ടായിട്ടും എന്താണ് കറണ്ട് വരാത്തതാണ്. ഇങ്ങോട്ട് മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിലല്ല ടെൻറ്റി കിടക്കുന്ന നശിച്ചു. പിന്നെ അതിനുള്ളിലായതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല. ഇപ്പോഴത്തേക്കൊല്ല അറിഞ്ഞിങ്ങടല്ല പണി പാളിയാനെ. നല്ല മഴ നല്ല കാറ്റ് വരുന്നില്ല. 8 മണിയായി. രാവിലെ ഫുള്ള് ക്ലിയർ ആയത് നോക്കി. വീണ്ടും ഫുള്ള് കോട. ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ലട്ടാ. എപ്പോഴാണ് എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. ഈ മരമൊക്കെ കിടന്ന് കുലുങ്ങാണ്ട് ഞാൻ വെച്ച് തലയിലെങ്ങനെ വന്ന് വീഴുമെന്നായിരുന്നു. കാരണം വന്നപ്പോൾ തന്നെ ഇത് കണ്ട. ഇവിടെ കുറച്ച് ചെറിയ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നേ. എവിടെയും ആ ഭാഗത്തൊക്കെ ഇടും. വന്നുണ്ട് സൂര്യൻ വായങ്ങാട്. ക്ലിയറായി വരുന്നുണ്ട്. നല്ല കാറ്റുണ്ടാകും. തണുപ്പ് കുറച്ച് കുറഞ്ഞ് എങ്കിലും നല്ല രസമുണ്ട്. വീണ്ടും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് പൊരിച്ചത്, പൂരി, എന്താണിത്, പൂരി ബജി. കൊള്ളാം. ഇനി ചായ വരും. ബ്രേക്ക്ഫാസ്റ്റ് റെഡി തുടങ്ങാം. ഇതാണ്ടോ സ്വാമിയണ്ണൻ. ഇദ്ദേഹമാണ് നമ്മളെ മറ്റേ ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ നൈസായിട്ട് തീയൊക്കെ കൊണ്ട് സമയം നട്ടുച്ചയായി. എന്നിട്ട് നല്ല കോടയാണ്. അതുകൊണ്ട് തീയൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കണം. നൈസായിട്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. പിന്നെ അരുഞ്ചേട്ടനാണെങ്കിൽ അവിടെ ഇന്നലെ ഷോർട്ടായ ലൈൻ്റെ കുറച്ച് പരിപാടികളിൽ ആയിപ്പോയി. അരുഞ്ചേട്ടൻ ഒന്നും കൂടി കാണിക്കായിരുന്നു.
പിന്നെന്താണ്, അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണതാണ്. വണ്ടർ വെസ്റ്റിൻ്റെ വീഡിയോ കൂടെ വൈൻഡപ്പ് ചെയ്യാം. അവിടെ അവന്മാരെ വരുന്നായിരുന്നു പട്ടികളുടെ ഗോപി 2 ഗോപി. കലക്കി 2 ഗോപിമാർക്കും നമുക്ക് ബൈ പറഞ്ഞിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റായിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.